നമസ്കാരം. മൃഗറോണ എന്ന കഥയുടെ അവസാന ഭാഗം ഇനി കേൾക്കാം. മൃഗരാജന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കപ്പെട്ടു. ശിക്കാരി ചീറ്റപ്പുലിയും സംഘവും രാപ്പകൽ കാടിന് കാവൽ നിന്നു. ഒരൊറ്റ മൃഗം പോലും കൽപ്പനകൾ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ. കുരങ്ങന്മാരുടെ സംഘം ഓരോ മരത്തിലും മാളത്തിലും ചാടിച്ചെന്ന് രോഗവ്യാപനം തടയാനുള്ള മാർഗങ്ങൾ വിശദീകരിച്ചു. മൃഗറോണ പിടിപെട്ടാൽ ജീവൻ തന്നെ പോകും എന്ന ഭീതിതരമായ വാർത്ത കാടെങ്ങും വ്യാപിച്ചു. പക്ഷികളും ചെറുമൃഗങ്ങളും അവരുടെ കൂട്ടിലോ പൊത്തിലോ മാളത്തിലോ തന്നെ കഴിഞ്ഞുകൂടി. അവരുടെ കൂട്ടത്തിലെ മുതിർന്ന ഒന്നോ രണ്ടോ പേര് പുറത്തുപോയി എല്ലാവർക്കും വേണ്ട ഭക്ഷണം കൊണ്ടുവരും. എല്ലാവരും ചേർന്ന് പങ്കിട്ടെടുക്കും. കഴിയുന്നത്ര കുറച്ച് തീറ്റ മാത്രം എടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. കൂടുതൽ നേരവും ഉറക്കവും വിശ്രമവും തന്നെയാണല്ലോ. കണ്ടമാനം ഭക്ഷണം കഴിക്കേണ്ട ആവശ്യവുമില്ലല്ലോ. കാട്ടിലെ മറ്റു മൃഗങ്ങളും അങ്ങനെ തന്നെ. ദിവസം ഒരു നേരം വേട്ടയാടി കൊണ്ടിരുന്നവരെല്ലാം ആഴ്ചയിൽ 2 നേരം മതിയെന്ന് വെച്ചു. വെറുതെ തിന്ന് തടി കൂടിയാൽ പിന്നെ ഓടാൻ പറ്റാതെ വരും. ചിലർ ഉപവാസം ശീലമാക്കി. ഡോക്ടർ പശുപതിയുടെ സംഘം കാട്ടിലെ മുക്കും മൂലയും കയറിയിറങ്ങി. മൃഗങ്ങളെയും പക്ഷികളെയും ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം മൃഗറോണ ബാധിച്ചവരെ പ്രത്യേക സ്ഥലത്തെത്തിച്ച് ചികിത്സ തുടർന്നു. മറ്റുള്ളവരെ ആരെയും അങ്ങോട്ട് വരാൻ അനുവദിച്ചില്ല. ചെന്നായ് പോലീസ് കാവൽ നിന്നു. രോഗം വരാൻ ഉള്ളവരെയും അതുപോലെ പ്രത്യേക സ്ഥലത്ത് എത്തിച്ച് നിരീക്ഷിച്ചു. വേണ്ട മരുന്നുകൾ നൽകി. ഡോക്ടർ ചെമ്പന്റെ സഹായികൾ കാട് മുഴുവൻ രോഗം പ്രതിരോധിക്കാനുള്ള പ്രത്യേക ഇനം ചെടിയുടെ ഇലയുമായി കറങ്ങി നടന്നു. സംശയിക്കപ്പെടുന്നവരെല്ലാം ഉമിനീര് ഇലയിൽ ശേഖരിച്ച് പരിശോധിച്ചു. കാട് മുഴുവനും ആ മാസം ഒറ്റ മനസ്സായി പ്രവർത്തിച്ചു. ചില പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഈ നിയന്ത്രണങ്ങളിൽ മുറുമുറുപ്പുണ്ടായിരുന്നു. അനുസരിക്കാതെ നടന്ന കുറച്ചുപേരെ ശിക്കാരിയുടെ സംഘം പിടികിടി മുള്ളുമരിക്ക് മരത്തിൽ ചേർത്ത് കെട്ടിയിട്ടു. ശരീരം അനങ്ങിയ മുള്ളുകുത്തിക്കറും, അസഹ്യമായ വേദനയും നീറ്റലും. പോരാത്തതിന് 2 നേരം ചെന്നായ് പോലീസിന്റെ ചാട്ടയടിയും. പോരേ പൂരം. കേട്ടറിഞ്ഞ എതിർപ്പുകാരെല്ലാം സ്വന്തം മാളത്തിലിരിപ്പായി. പറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ചിലരെ ശിക്കാരിയുടെ പറക്കും പോലീസ് ഗരുഡയുടെ കമാൻഡർമാരായ പരുന്തുകൾ പറന്നു പിടിച്ച് തിരികെ കൊണ്ടുവന്നു. അവരുടെ 2 കാലുകളിലും കാട്ടുവള്ളികൾ കൊണ്ട് ബന്ധിച്ചു. ചിറകുകൾ കൂട്ടിക്കെട്ടി. ഇനി 1 മാസം പറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. എല്ലാ ആഴ്ചയും ഉന്നതതല കൂടിയാലോചനകൾ നടന്നു. മൃഗങ്ങളും പക്ഷികളും എല്ലാം സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ദീനം ബാധിച്ചവർക്ക് യഥാസമയം ചികിത്സ ലഭിക്കാൻ വേണ്ട എല്ലാ സൗകര്യവും ഉണ്ടാക്കി. 1 മാസവും സംഭവ ബഹുലമായി കടന്നുപോയി. 1 മാസത്തിന് ശേഷം വീണ്ടും എല്ലാവരും ചേർന്നുള്ള യോഗം സിംഹരാജന്റെ അധ്യക്ഷതയിൽ നടന്നു. ആരോഗ്യമന്ത്രിയോട് ഈ കാലയളവിലെ സ്ഥിതി വിവരങ്ങൾ യോഗത്തിനോട് പറയാൻ മൃഗരാജൻ ആജ്ഞാപിച്ചു. പെണ്ണമ്മ കുറുക്കത്തി എഴുന്നേറ്റ് സദസ്സിനെ വണങ്ങി. രാജൻ, അങ്ങയുടെ നിർദ്ദേശങ്ങളും കൽപ്പനകളും മൃഗസഞ്ചയം അക്ഷരം പ്രതി അനുസരിച്ചതുകൊണ്ട് നമ്മുടെ ഈ കാട് മൃഗറോണ എന്ന മഹാമാരിയിൽ നിന്നും ഏറെക്കുറെ മുക്തി നേടിയിരിക്കുന്ന വിവരം അറിയിക്കാൻ സന്തോഷമുണ്ട്. മൃഗങ്ങളെല്ലാം ശുചിത്വവും ശാരീരിക അകലവും കൃത്യമായി പാലിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ വിജയം സാധിച്ചത്. എന്നാലും നമ്മെ എല്ലാം വേദനിപ്പിക്കുന്ന ഒന്നുണ്ട്. ഈ കാലയളവിൽ രോഗം പിടിപെട്ട് ചികിത്സയിലായിരുന്ന 19 മൃഗങ്ങൾ നമ്മളെ വിട്ടുപോയി. 5 മലയണ്ണന്മാർ, 5 പന്നിക്കുട്ടന്മാർ, 4 കാട്ടുപൂച്ചകൾ, 3 കഴുതകൾ, 1 വീതം കാട്ടുകുരങ്ങ്, കേഴമാൻ എന്നിവരാണ് മരണമടഞ്ഞത്. ഈ കാലത്ത് രോഗം പെട്ട് ചികിത്സയിലായിരുന്ന 112 മൃഗങ്ങളിൽ 105 പേരും അസുഖം മാറി സാധാരണ പോലെ ജീവിക്കാൻ തുടങ്ങിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ബാക്കി 7 പേർ നിരീക്ഷണത്തിലാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. അടുത്ത ആഴ്ച അവരും ചികിത്സയിൽ നിന്ന് മുക്തരാകും. നമ്മുടെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും വളരെ സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെച്ചത്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. മന്ത്രി പറഞ്ഞു നിർത്തി. സദസ് നീണ്ടുനിന്ന കരഘോഷത്തോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചത്. മന്ത്രി മുഖ്യൻ വരയൻ പുലി തുടർന്നു പറഞ്ഞു. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ ടീം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാ കാടിനും മാതൃകയാണ്. അതോടൊപ്പം രാജകൽപ്പനകൾ നടപ്പാക്കാൻ അഹോരാത്രം പണിയെടുത്ത ശിക്കാരി ചീറ്റപ്പുലിയുടെ പോലീസ് സംഘത്തെയും ഭക്ഷണം എത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ച കൊമ്പനാനയുടെ സംഘത്തെയും നാം ഈ അവസരത്തിൽ ഹാർദവമായി അഭിനന്ദിക്കുന്നു.
വീണ്ടും ഉയർന്ന കയ്യടിയും മറ്റും ശമിച്ചപ്പോൾ സിംഹരാജൻ എഴുന്നേറ്റു. തന്റെ സട കുടഞ്ഞു. എല്ലാവരെയും ഒന്ന് നോക്കി തന്റെ ഘനഗംഭീര ശബ്ദത്തിൽ തുടർന്നു പറഞ്ഞു: ആരോഗ്യവകുപ്പും നിയമവകുപ്പും ഭക്ഷ്യവകുപ്പും അവരുടെ കടമകൾ ആപത്ത് കാലത്ത് ഏറ്റവും ഭംഗിയായി നിറവേറ്റി എന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല. ഈ കാട്ടിലെ ഓരോ മൃഗത്തിനും പക്ഷിക്കും അതേ അഭിപ്രായമാണെന്ന് നാം കരുതുന്നു. നമ്മുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ കാടിനെ മൃഗറോണ മഹാമാരിയിൽ നിന്ന് രക്ഷിക്കാൻ അക്ഷീണം പ്രയത്നിച്ച നിങ്ങൾ ഓരോരുത്തരെയും നാം പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള പാരിതോഷികങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിക്കുന്നതാണ്. നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ് രാജന്റെ ഈ പ്രഖ്യാപനം കേട്ടത്. രാജൻ തുടർന്നു: എന്നാൽ നാം എല്ലാം മനസ്സറിഞ്ഞ് അഭിനന്ദിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ കൽപ്പനകളെയും നമ്മുടെ സഹപ്രവർത്തകരുടെ നിർദ്ദേശങ്ങളെയും അണുവിട തെറ്റാതെ അനുസരിച്ച് രോഗം പടരാതെ ഈ കാടിനെ രക്ഷിച്ച ഇവിടെ വസിക്കുന്ന എല്ലാ മൃഗങ്ങളെയും പക്ഷിക്കൂട്ടങ്ങളെയും എൻ്റെ രാജവംശത്തിൻ്റെയും രാജപരമ്പരയുടെയും പേരിൽ ഞാൻ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുന്നു. എൻ്റെ മുതുമുത്തച്ഛന്മാരായി പരിപാലിച്ചു വരുന്ന ഈ കാടിനെ നിലനിർത്തുന്നത് നിങ്ങളൊക്കെ ചേർന്നാണ്. ആ സ്നേഹത്തിനും കർത്തവ്യബോധത്തിനും ഞാനും എൻ്റെ പരമ്പരയും നിങ്ങളേവരോടും എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു. കാടെങ്ങും മുഴങ്ങുന്ന കരഘോഷമായിരുന്നു. അതിൻ്റെ അലയൊലികൾ പുഴ കടന്ന്, മലകൾ കടന്ന്, കാടുകൾ കടന്ന് ദൂരെ ദൂരെ മാറ്റൊലി കൊണ്ടു. ഒരു കൂട്ടം പക്ഷിമൃഗാദികളുടെ കരളുറപ്പിൻ്റെ സംഗീതം പോലെ. നന്ദി. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമസ്കാരം.